ഇല്ല. ആരാ പറയുന്നത്? ആരാന്ന് കാണുന്നില്ല. ആ, അതല്ലേ M3 പറഞ്ഞത്. അതല്ലേ M3 പറഞ്ഞത്. വിശ്വസിച്ച് വോട്ട് M3 പറഞ്ഞത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അത് M3 പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടില്ലേ? നിങ്ങളെല്ലാം കലാ സാഹിത്യ മേഖലയിലുള്ളവരാണല്ലോ. M3 പറഞ്ഞു വോട്ട് ചെയ്യാൻ ധൈര്യപൂർവ്വം പാർട്ടി ഒറ്റ പാർട്ടി ഇടതുപക്ഷ പാർട്ടികളാണ്. മറ്റവർക്ക് കൊടുത്താൽ എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, M3 നമ്മൾ നല്ല സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെയാണ്, നേരത്തെ പറഞ്ഞല്ലോ 37% വോട്ടേ ഉള്ളൂ BJPക്ക്. 37% വോട്ടേ ഉള്ളൂ BJPക്ക്. ആ 37% കഴിച്ച് ബാക്കി വരുന്ന 63% വോട്ട് BJP വിരുദ്ധമാണ്. ഈ BJP വിരുദ്ധ വോട്ടുകളെല്ലാം ഒരു യൂണിറ്റായി സംസ്ഥാനത്തെ കണ്ട് ഓരോ മണ്ഡലത്തെയും എങ്ങനെ BJP വിരുദ്ധരെ യോജിപ്പിക്കാം എന്ന രീതിയിൽ ഛിന്ന ഭിന്നമാവാതെ BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് കിട്ടിയാൽ ഇന്ത്യയിൽ BJP തോൽക്കും. അത് ആരെയും ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇന്ന് പാർട്ടിയും നോക്കേണ്ട കാര്യമില്ല, ഏത് പാർട്ടിയായാലും. നടക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ ബീഹാർ ഉൾപ്പെടെ ഇന്നലെ നടന്നല്ലോ. നടക്കും. ബംഗാളിൽ അവിടെ BJPക്ക് ജയിക്കാതിരുന്നാൽ മതിയല്ലോ. അല്ലല്ല, ഞാൻ അവരോട് തന്നെ ചോദിച്ചല്ലോ. ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ്. ഞാൻ ഡൽഹിയിൽ അന്ന് ഞങ്ങൾ PB യോഗം ചേരുന്ന ദിവസം ആയിരുന്നു. ഡൽഹിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ആ ഡൽഹിയിൽ യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പത്രക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ ചട്ടം തയ്യാറാക്കിയിരിക്കുകയാണ്, ചട്ടം പുറത്തു വന്നിരിക്കുകയാണ്, എന്താ നിങ്ങൾ നേരം? ഞാൻ പറഞ്ഞത് അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭവും സമരവും ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനുള്ള പ്രവർത്തനമായിരിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു എല്ലാവരും. ഞാൻ പറഞ്ഞു എല്ലാവരും ചേർക്കാം. എല്ലാവരും ചേർക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് കേരളത്തിലെത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അവർ തന്നെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് VD സതീശൻ പറഞ്ഞു ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധമില്ല. ആരെ സഹായിക്കുന്നതാണ്? അത് BJPയെ സഹായിക്കുന്നതാണ്. ഞങ്ങൾ ഐക്യത്തോട് മുന്നോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞതാണ്. അവർ തയ്യാറില്ല എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പൊതുവായ തന്നെയാണ് പറയുന്നത്. ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാജ്യത്ത് എവിടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെടുത്ത നിലപാട് ഒരേ നിലപാടാണ്. ഉണ്ട്. അല്ലേ, അവിടെ CPIയും കേരളത്തിൽ തയ്യാറില്ല. പിന്നെന്താ? അതെന്നെ കാര്യം. ഞാൻ പറഞ്ഞില്ലേ ഇല്ല തയ്യാറില്ല എന്ന്. ഞാനല്ലോ തയ്യാറാവാതെ, അവരല്ലേ തയ്യാറാവാതെ. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരത്തിന് വരാൻ പറഞ്ഞപ്പോഴും അവർ വരാൻ തയ്യാറില്ല. ഇല്ല, അത് തെറ്റൊന്നും പറ്റിയില്ല. കോൺഗ്രസുമായി സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും സഹകരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് തെറ്റു പറ്റിയെന്ന്. കോൺഗ്രസുമായിട്ട് സഹകരിക്കാം. BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ആരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ കഴിയോ അവിടെ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം. ഇവിടെ എന്ത് BJP കേരളത്തിൽ? അതാ കാര്യം. ഇവിടെ എന്ത് BJP? ആര് നല്ല സ്ഥാനാർത്ഥികളുണ്ടെന്നല്ല പറഞ്ഞത്? ആപേക്ഷികമായിട്ട് പറയുന്നില്ലേ. ഒരാളെ അപേക്ഷിച്ച് മറ്റൊരാൾ നല്ലതാണ്. ഒന്ന് എഴുതിയിട്ട് അതിനേക്കാളും വലിയൊരു എഴുതിയാലും അത്രയേ ഉള്ളൂ കാര്യം. അതിലൊന്നും കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള പാർട്ടി നിലപാട്. അതെന്നെ പറഞ്ഞല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞാനും പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറം വെറുതെ ചൊറിയേണ്ട വല്ല കാര്യമുണ്ടോ? എപ്പം കൊടുക്കും? കെജ്രിവാളിനെതിരായിട്ട് നടത്തിയിട്ടുള്ള തെറ്റായ നിലപാട് ശക്തിയായിട്ട് ഇപ്പോൾ കോൺഗ്രസിന് 1823 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരാണ്. ആ നിലപാടിന് ഞങ്ങളെതിരാണ്. ഈ 15 കോടി അത് പണ്ടേയുള്ള കേസാണ്. അത് കൊടുക്കേണ്ടി വരുന്നില്ല. അതിന് ബേജാറാവണ്ട. അതുകൊണ്ടൊരു സമാധാനം. അയ്യോ മാർക്സിസ്റ്റുകാർക്കും 15 കോടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിടിക്കണ്ട. അത് 2 കൊല്ലം മുമ്പേ ഞങ്ങൾ കേസിലാണ് ഹൈക്കോടതിയിൽ. ലീഗിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ക്ഷണിക്കുന്ന പ്രശ്നമില്ല. ലീഗിനെ എന്തിനാണ് നമ്മൾ ക്ഷണിക്കുന്നത്? ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ സംഭവങ്ങളിൽ CAA ഉൾപ്പെടെ അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഓരോ പ്രശ്നത്തിൻ്റെ ഭാഗമായി പ്രശ്നാധിഷ്ഠിതമായി ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറുള്ള പാർട്ടിയാണ് CPIM.
മുന്നണിയിലൊന്നും വിളിച്ചില്ല, അന്നും വിളിച്ചില്ല, ഇന്നും വിളിച്ചില്ല, ഇനിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, വേണ്ട, മുന്നണിയിലേക്കൊന്നും വിളിക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ രാഷ്ട്രീയമല്ലേ. മുന്നണി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സാണ്. അത് പൊളിറ്റിക്സ് വേറെ തന്നെയാണ് കണ്ടത്. ഒരേ ഒരു പെണ്ണുങ്ങളേ ഉള്ളൂ. പറഞ്ഞു. പാർട്ടി ഒരു വിഭാഗത്തിലില്ല. പാർട്ടി വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ചിലപ്പോൾ എതിർപ്പുണ്ട്, ചില ആളുകൾ എതിർക്കുന്നുണ്ടാവും. അതിന് നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട. കേരളത്തിൽ 20 മണ്ഡലമല്ലേ ഉള്ളത്. ആ 20 മണ്ഡലത്തിൽ ആദ്യം ജയിക്കുന്ന ഒരു മണ്ഡലം ഈ കാസർഗോഡ് മണ്ഡലമായിരിക്കും. അതുകൊണ്ട് ബേജാറുണ്ട, ബേജാറൊന്നാവണ്ട. അതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇവിടെ 5 ലക്ഷത്തെ വോട്ടർമാർ ഭൂരിപക്ഷം ഞങ്ങളെ ചേർത്താണ്. അതല്ലേ ഞാൻ പറഞ്ഞു. പിന്നെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി പുതിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 5 ലക്ഷം പുതിയ വോട്ടർമാരുണ്ടെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ ചേർത്ത വോട്ടാണ്. അപ്പോൾ പുതിയ വോട്ടർമാരെ പറ്റി ഉത്കണ്ഠപ്പെടേണ്ട. രാഷ്ട്രീയ പാർട്ടിയോട് നല്ല താല്പര്യമുള്ളവർ തന്നെയാണ് എല്ലാം. പുതിയ തലമുറ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയോട് നല്ല താല്പര്യമുള്ളവരാണ്. ആ താല്പര്യം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏത് അതല്ല പഴയ കാലത്ത് വെറുതെ വാദി. എക്സോളജിക്കൊന്നും ഒരു പ്രശ്നമില്ല. അതല്ല ഇവ ഞാൻ പറഞ്ഞില്ല, ഗുണ്ടാ പടയാന്ന്. ED എന്ന് പറയുന്നത് പണം പിരിക്കാനുള്ള ഗുണ്ടാ സംഘത്തിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഗുണഭോക്താവ് BJP ആണ്. പക്ഷേ അമ്മാതിയുള്ള വർത്തമാനമായിട്ട് നമുക്കെതിരായിട്ട് വരണ്ട. അതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തോളൂ. അവസാനിപ്പിക്കാം അല്ലേ? അല്ല, പറയാനായിട്ട് മുഴുവൻ പറഞ്ഞുകൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. നമുക്കെന്തല്ലേ പറഞ്ഞോ 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 പറഞ്ഞു. ശക്തിയായി മനസ്സിലാക്കി. വടകരയൊക്കെ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ജയിച്ചിരിക്കുന്നു. പോരെ? പിന്നെ മത്സരിക്കുകയല്ല, മത്സരത്തിന് മുമ്പേ ജയിച്ച വടകര.